ദിലീപ് ദേവസ്യ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ് ദേവസ്യ, ഗുഡ് മോർണിംഗ്. ദിലീപ് ദേവസ്യ, 103 കോടി രൂപ മുടക്കി നിർമ്മിച്ചിരിക്കുന്ന പാലം അങ്ങനെ തലയുയർത്തി നിൽപ്പാണ്, ആർക്കും വേണ്ടാതെ, അല്ലേ ദിലീപ്? കണ്ടാൽ തന്നെ നമുക്ക് ചങ്കിടിയുന്നതാണ്. ഇത്രയും സുന്ദരമായൊരു പാലം പാതി വഴിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിലെ നിർമ്മാണ പിശകുകളെല്ലാം നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണ്. ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ 103 കോടി രൂപ അക്ഷരാർത്ഥത്തിൽ കായലിൽ കൊണ്ട് കളയുകയായിരുന്നു എന്ന ചോദ്യം ഉയരുകയല്ലേ ദിലീപ്? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ഒന്നും മിണ്ടാതിരുന്നിട്ട് ഈ പാലത്തിൻ്റെ നമ്മുടെ ഹെലികാം ദൃശ്യങ്ങൾ കാണിച്ചിട്ട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഈ പാലം തുറന്നു നൽകിയിട്ടില്ല. ഏകദേശം 2 വർഷമായി നിർമ്മാണം പൂർത്തീകരിച്ചിട്ട് ഈ പാലം തുറന്നു നൽകിയില്ല എന്നുള്ള ഒരു വാക്ക് മതി. എന്തുകൊണ്ട് എന്നുള്ളത് എനിക്ക് കാണിച്ചു തരാവുന്നതാണ്. ഇങ്ങേയറ്റത്ത്, അതായത് എൻ്റെ ഇടതുവശത്ത് കാണുന്ന 4ാം ഘട്ടം പണി തീർന്നിട്ടില്ല. അത് കായലിൽ അവസാനിച്ച് നിൽക്കുകയാണ്. ഏകദേശം 6 തൂണുകൾ ഈ കായൽ, അഷ്ടമുടിക്കായലിൽ നിർമ്മിക്കുമ്പോൾ ഈ കരാറുകാരനും ഇതിൻ്റെ എഞ്ചിനീയർക്കും മനസ്സിലായിട്ടില്ല ഇത് അവസാനം എവിടെ കൊണ്ട് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു ബോധവുമില്ലാതെ സർക്കാരിൻ്റെ പണം 103 കോടി രൂപ വെള്ളത്തിൽ വരച്ച വര പോലെ ആക്കി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഈ നോക്കൂ, ആ പാലം അങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ആ വശത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇരുമ്പ് കമ്പികൾ കൊണ്ട് ഇവിടെ ബന്ധിച്ചിരിക്കുന്നുണ്ട്. ഇവിടെ ഇനി ആർക്കും അങ്ങോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ഇതെല്ലാം തന്നെ ബ്ലോക്ക് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 2-3 ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് പ്രേക്ഷകരെ കാണിക്കാനുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ അധികാരികളോട് പറയാനുള്ളത്, MLA എന്തായാലും ജില്ലയിലില്ല എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഉറപ്പാണ്. MLAയുടെ ചില അവസ്ഥകളെല്ലാം തന്നെ നമുക്കറിയാം. ഈ ഭാഗം തുറന്നു നൽകണമെന്നുള്ളൊരു ആവശ്യമാണ് നമ്മൾ ഉന്നയിക്കുന്നത്. ഈ വശം പോകുന്നത് ഹൈസ്കൂൾ ജംഗ്ഷനിലേക്കാണ്. ഇവിടെ ഇത് തുറന്നു നൽകിയാൽ എൻ്റെ പുറകിൽ വലതുവശത്ത് നിന്ന് കാണുന്ന KSRTC ഭാഗത്ത് നിന്ന്, KSRTC സ്റ്റാൻഡിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മുന്നോട്ട് വരുന്നു. ആ വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതുവഴി ഹൈസ്കൂൾ ജംഗ്ഷനിലേക്ക്, തേവള്ളി ഭാഗത്തേക്ക്, കടവൂർ ഭാഗത്തേക്ക്, അങ്ങനെ ബൈപ്പാസിലേക്ക് എല്ലാം പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, ഒരു വഴിയാണ്, പാലമാണ്. അത് തുറന്നു നൽകാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യങ്ങൾക്ക് ഇന്ന് വരെയും അധികാരികൾ ആരും തന്നെ മറുപടി പറഞ്ഞില്ല. നമ്മളോടൊപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നിരവധി സമരങ്ങൾ ഇവിടെ നടത്തിയ ആളുകളാണ്. സൈന്യപ്രതിഷ്ഠ നടത്തി, തേങ്ങ ഉടച്ച് സമരം നടത്തി, സമാന്തര ഉദ്ഘാടനം നടത്തി, എല്ലാ സമരങ്ങളും നടത്തിയിട്ട് ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഏകദേശം നിങ്ങൾ നടത്തിയ സമരങ്ങൾ ഈ പാലം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് ഈ പാലം തുറന്നു നൽകാത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇത് MLAയുടെ ഒരു വാശി കൊണ്ട് മാത്രമാണ്. ഉദ്യോഗസ്ഥരുടെയും MLAയുടെയും ഒരു വാശിയാണ് ഇത് തുറന്നു കൊടുക്കത്തില്ല എന്ന്. ഇത് അടഞ്ഞു കിടന്ന് ഈ പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് ഏകദേശം 3-4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ സമരങ്ങളുമായി ഇത് തുറക്കണം എന്ന ആവശ്യവുമായി വന്നു. കൊല്ലം ജനത തന്നെ കാര്യം ഏറ്റവും കൂടുതൽ ട്രാഫിക് നമുക്ക് വലിയൊരു ശാശ്വതമായ ഒരു പരിഹാരമാണ്. കാര്യം താലൂക്ക് കച്ചേരിയിലെ ജംഗ്ഷനിലെ ട്രാഫിക് അറിയാം. ആശുപത്രിയിലോട്ടും അടക്കം കരുനാപ്പള്ളിയിലോട്ടും അടക്കം പോകുന്നവർക്ക് ലിങ്ക് റോഡിൽ നിന്ന് കയറി നേരെ നമുക്ക് താലൂക്ക് കച്ചേരിയിലെ ട്രാഫിക് ഒഴിവാക്കി കയറാൻ പറ്റുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഉദ്യോഗസ്ഥർക്കും യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തതുകൊണ്ട് എന്തായാലും തുറന്നു കൊടുക്കണ്ട എന്നുള്ളൊരു MLAയുടെ വാശിയാണ്. ഈ സ്ഥിരം നടക്കാൻ വരുന്നൊരു സ്ഥിരം നടക്കാൻ വരുന്ന ചേട്ടനാണോ? അതെ. ഈ പാലം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി, 2 വർഷത്തിൽ കൂടുതലായി. ഇത് എന്താണ്, നമുക്ക് അധികാരികളോട് എന്താണ് ചോദിക്കാറുള്ളത്? പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സാഹചര്യം ആയതുകൊണ്ട് കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. പിന്നെ ഈ 2 വർഷമായിട്ട് ജനങ്ങൾക്ക് ഇങ്ങനൊരു സാഹചര്യം ഇവിടെ ഉണ്ടായത് അറിയാതെ തന്നെ പോയതാണ്. അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നടക്കാൻ ഇത്രയും പറ്റിയ ഒരു സാഹചര്യം 103 കോടി രൂപ കൊടുത്തിട്ട് നമുക്ക് പ്രഭാത സവാരിക്ക് ഇറങ്ങാൻ പറ്റിയ സ്ഥലമായി മാറി. അതെ. അത് മാത്രമേ പറ്റുള്ളൂ. നോക്കി, ഈ പാലം നിർമ്മിച്ചതിൽ തന്നെയുള്ള അപാകതകൾ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഇനി എങ്ങോട്ട് കൊണ്ടുപോയി മുട്ടിക്കുമെന്നുള്ളത് ചേട്ടൻ, നാട്ടുകാർ നമുക്ക് ഷൂട്ടിംഗ് ഒക്കെ എടുത്ത് ഡൈവിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിട്ടാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മുടെ പൈസകളൊക്കെ ഇങ്ങനെ 5 കോടിയിൽ തീരേണ്ടത് 10 വർഷം കഴിഞ്ഞ് 50 കോടി അതിൻ്റെ പൈസ നഷ്ടപ്പെടുകയാണ് ജനങ്ങൾക്ക്. അപ്പോൾ പ്ലാനിങ്ങിനകത്ത് വരുന്ന അപാകതകളായിട്ടാണ്. ഈ വശം വലതുവശം വേണമെങ്കിൽ നമുക്ക് തുറന്നു കൊടുക്കാം. അതെ. അതും ചെയ്യുന്നില്ല. അതെ, കാര്യം ഈ ട്രാഫിക് നമുക്ക് കളക്ടറേറ്റിലേക്ക് പോകാനും ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോകാനും ഇത് കണക്ട് ചെയ്ത് കൊടുക്കാൻ സൗകര്യമായ ഒരു സ്ഥലമാണ്. വിഷ്ണു പറഞ്ഞതുപോലെ ഇനിയും സമരങ്ങളായി മുന്നോട്ട് പോകാനുള്ള ഇതൊരു സ്മാരകമാക്കാനാണ് MLAയും ഉദ്യോഗസ്ഥരും വിചാരിക്കുന്നത്. കാര്യം കുട്ടികളെ ഇത് എനിക്ക് മനസ്സിലാവുന്നില്ല ദിലീപ്. ഇത് ഇത്രയും 103 കോടി രൂപ ചെലവാക്കി ഇങ്ങനെ പാതി വഴിയിൽ ഒരു പാലം നിർമ്മിക്കണമെങ്കിൽ ആ ആസൂത്രണത്തിൽ എത്രമാത്രം വലിയ പിഴവുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി ദിലീപേ, അവിടെ ഇപ്പൊ എന്തിനാ ഈ ബാരിക്കേഡ് വെച്ചിട്ട് തടഞ്ഞിരിക്കുന്നത്? അങ്ങനെ പോയി ആളുകൾ വീഴാതിരിക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഏകദേശം അതിനെ അടുത്ത് കൊണ്ടുപോയി വെച്ചാൽ പോരെ? ഇത് ഇത്രയും ദൂരെ നിന്ന് തടയുന്ന എന്തിനാണ്? പാലത്തിൽ കയറാതിരിക്കാൻ വേണ്ടി ബാരിക്കേഡ് വെച്ചതിന് 2 ലക്ഷം രൂപ ചെലവാക്കിയിട്ടുണ്ട്.
ഡോക്ടർ അരുൺകുമാർ തന്നെയാണ് ഈ സ്ഥലം MLA ആയ മുകേഷിനോട് ഒരു ചോദ്യം ചോദിച്ചത്, എന്തുകൊണ്ട് ഈ പാലം തുറന്നു നൽകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് അന്ന് MLA പറഞ്ഞ ഒരു മറുപടി ഞാൻ ഇന്ന് ഓർക്കുന്നു. ആരും ഈ പാലം ഒരു ആത്മഹത്യാ മുനമ്പാക്കി മാറ്റേണ്ട, ഇത് പാലം നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമേ തുറന്നു നൽകുകയുള്ളൂ എന്നാണ് അദ്ദേഹം അന്ന് നമ്മൾ റിപ്പോർട്ടർ TVയോട് പറഞ്ഞത്. നോക്കൂ, ഈ പാലത്തിൻ്റെ നിർമ്മാണം ഇനി പൂർത്തീകരിക്കണമെങ്കിൽ മിനിമം 100 കോടി രൂപ ഇനിയും ചിലവാക്കണം, ഇനിയും ഏകദേശം ഒരു 2 വർഷവും കൂടെ കാത്തിരിക്കണം. ഇങ്ങനെയെല്ലാം തന്നെ ആവശ്യമായ ഈ സ്ഥലത്ത് ഇങ്ങനെ ഈ ബാരിക്കേഡുകൾ, എനിക്ക് തോന്നുന്നു നേരത്തെ മുകേഷ് MLA പറഞ്ഞതുപോലെ ഇനി ഒരു ആത്മഹത്യാ മുനമ്പാക്കി മാറ്റണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ ഇത് തുറന്നു നൽകാത്തത്. റീൽസ് എടുക്കാൻ പോലും ആർക്കും വാഹനങ്ങൾ കയറ്റാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ കണ്ട ചില കുട്ടികൾ നമ്മളോട് പറഞ്ഞത്. അവർ കയറി വരുന്നു, ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്, സേവ് ദ ഡേറ്റ് ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുന്നത്. എന്തായാലും 103 കോടി രൂപ അഷ്ടമുടിക്കായലിൽ കൊണ്ട് കളഞ്ഞതിൻ്റെ വലിയ ഉദാഹരണമാണ് ഓലയിൽ കടവ് പാലം. ഇതിനി നിർമ്മിച്ചുണ്ടാക്കണമെങ്കിൽ ഇനിയും വേണം 100 കോടി രൂപയും. ഈ നിർമ്മിച്ച ഭാഗം തുറന്നു നൽകാൻ വേണ്ടി നാട്ടുകാരുടെ അപേക്ഷയാണ്. അത് തുറന്നു നൽകുക, വാശിയും വൈരാഗ്യം എല്ലാം കളഞ്ഞ് കൊല്ലത്തുകാർക്ക് വേണ്ടിയിട്ട് ഈ പാലത്തിൻ്റെ നിർമ്മിച്ച ഭാഗം തുറന്നു നോക്കി. എൻ്റെ പുറകിൽ കാണുന്ന ഭാഗം അരുൺകുമാർ പണിയെല്ലാം കഴിഞ്ഞ് നിൽക്കുന്ന ഭാഗമാണ് അടച്ചിട്ടിരിക്കുക. അതൊന്ന് തുറന്നു നൽകിയാൽ മാത്രം മതി ഇവിടെ വലിയൊരു ഗതാഗത കുരുക്കിന് പരിഹാരമുണ്ടാകും. ഇതാണ് നമ്മൾക്ക് ഈ കൊല്ലത്തുകാർക്ക് ഈ 103 കോടി രൂപ. തീർച്ചയായിട്ടും ദിലീപ്, ഈ കാഴ്ച കാണുമ്പോൾ നമ്മുടെ മനസ്സും വല്ലാതെ വേദനിക്കുന്നുണ്ട്. 103 കോടി രൂപ കായലിൽ പോയി, അതൊരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല ഇതിങ്ങനെ രണ്ടറ്റവും മുട്ടാതെ ഇങ്ങനെ പാതി വഴിയിൽ നിലച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതിലെന്തെങ്കിലും ഒന്ന് ചെയ്യുക, ഒന്നുകിൽ അത് കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുക. ഇനി കൂട്ടിമുട്ടിക്കാൻ പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ ആ ഭാഗത്ത് പോലെ ടൂറിസം പരിപാടികളും ഒക്കെ തുടങ്ങിക്കൂടെ? എത്രയോ മനോഹരമായിട്ട് നമ്മുടെ വടക്കോട്ട് ഈ പറയുന്ന ബേപ്പൂരിലൊക്കെ ടൂറിസം പദ്ധതികളൊക്കെ ഉണ്ടാക്കി, അത് കടൽപ്പാലങ്ങളൊക്കെ വളരെ വൃത്തിയായിട്ടുണ്ടാക്കി, അവിടെ വൈകുന്നേരം കച്ചവടവും സാംസ്കാരിക സന്ധ്യകളും ഒക്കെ ഉണ്ടാക്കിയില്ലേ? അങ്ങനെ എന്തെങ്കിലും ചെയ്തുകൂടെ? പ്രിയപ്പെട്ട MLA, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്, വിളച്ചിലെടുക്കരുത് കേട്ടോ എന്ന്. പ്രിയപ്പെട്ട MLA, ദയവ് ചെയ്ത് അക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. 103 കോടി രൂപയാണ് ആ അഷ്ടമുടിക്കായലിൽ കൊണ്ടിട്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുള്ള കാലത്ത് ഇനി പണം അനുവദിക്കൂ? ആർക്കറിയാം? ഇനി അത് അനുവദിച്ചാൽ തന്നെ ഏത് കാലത്താണ് ആ പണി പൂർത്തിയാവുക? എത്രയും വേഗം അത് ചെയ്യുക. 2 വർഷമായി ഒരു പാലത്തിൻ്റെ പണി പാതി വഴിയിൽ കിടക്കുക. എന്നിട്ട് ഇപ്പോൾ ആ പാലത്തിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി ബാരിക്കേഡ് വയ്ക്കാൻ വേണ്ടി 1-1.5 ലക്ഷം രൂപ മുടക്കി ഈ പറയുന്ന സംവിധാനം ഉണ്ടാക്കി നോ എൻട്രി ബോർഡും വെച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ പാലം നിർമ്മിച്ചതെന്നൊരു ചോദ്യമല്ലേ? ഇത് കൊല്ലത്തിൻ്റെ മാത്രം കഥയില്ല. താങ്ക് യു ദിലീപ്.